തിരുവനന്തപുരത്ത് നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജു ഓടിച്ച കാർ ഇടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിവേദിന്റെ കാലുകൾക്കും സൂരജിന്റെ നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റു. ബൈക്കിൽ ഇടിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലാണ് അപകടം നടന്നത്. അപകടത്തിന് പിന്നാലെ മണിയൻ പിള്ള രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പോലീസ് ഇന്നലെ രാത്രി നടനെ അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ താൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് മണിയൻ പിള്ള രാജു രാവിലെ സ്ഥിരീകരിച്ചു. സുബ്രഹ്മണ്യം ഹാളിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം നടന്നതെന്നും അപ്പോൾ പേടി കാരണമാണ് വാഹനം നിർത്താതെ പോയതെന്നും താൻ മദ്യപിച്ചിരുന്നില്ല എന്നും മണിയൻ പിള്ള രാജു പറഞ്ഞു. ജീവഹാനി വരുത്തുന്ന തരത്തിൽ വാഹനം ഓടിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകാൻ സഹായിച്ചില്ല. വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന വാഹന അപകടത്തിൽ നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജു ഓടിച്ച കാറാണ് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചത് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇത് സംബന്ധിച്ച് മണിയൻ പിള്ള രാജു തന്നെയാണ് താനാണ് കാർ ഓടിച്ചത് എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നത്. ബൈക്ക് യാത്രക്കാരായ നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. നിവേദിന്റെ കാലുകൾക്കും സൂരജിന്റെ നട്ടെല്ലിനും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ബൈക്കിലിടിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലാണ് ഈ ഒരു അപകടം നടന്നത്. അപകടത്തിന് പിന്നാലെ മണിയൻ പിള്ള രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പോലീസ് ഇന്നലെ രാത്രി നടനെ അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ താൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് മണിയൻ പിള്ള രാജു രാവിലെ സ്ഥിരീകരിക്കുകയായിരുന്നു. സുബ്രഹ്മണ്യം ഹാളിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം നടന്നതെന്നും അപ്പോൾ പേടി കാരണമാണ് വാഹനം നിർത്താതെ പോയതെന്നും താൻ മദ്യപിച്ചിരുന്നില്ല എന്നുമാണ് മണിയൻ പിള്ള രാജു പറയുകയുണ്ടായിരുന്നത്. ജീവഹാനിയെ വരുത്തുന്ന തരത്തിൽ വാഹനം ഓടിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകാൻ സഹായിച്ചില്ല. വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല എന്നതുമാണ് എഫ്ഐആറിൽ പറയുന്നത്.